ഹലോ കൂട്ടുകാരെ, ദ മൂവി വാച്ചസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 പുറത്തിറങ്ങിയ ഡോൺ ടേൺ ഔട്ട് ദ ലൈറ്റ് എന്ന ഇംഗ്ലീഷ് ഹൊറർ മൂവിയാണ്. ഇതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ്. അതിനെ തുറന്നായിരിക്കും നിങ്ങളും സെർച്ച് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കുക. ഇതിൻ്റെ ആമുഖം എന്ന് പറയുന്നത് കുറച്ച് ഫ്രണ്ട്സ് ചേർന്ന് ഒരു ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് അവരൊരു സ്ഥലം വരെ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. ഒരു കാട്ടിലൂടെയുള്ള യാത്രയാണ്. ആ കാടിൻ്റെ നടുക്കിൽ വെച്ച് അവരുടെ ബസ് ബ്രേക്ക് ഡൗൺ ആവും. തുടർന്ന് അവരുടെ കുറച്ച് കൂട്ടുകാരെ കാണാതാവും. അതിനുശേഷം അവിടെ കുറച്ച് അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. ഇതാണ് ഈ കഥയുടെ ആമുഖം എന്ന് പറയുന്നത്. വളരെ ത്രില്ലടിപ്പിച്ച് നമുക്ക് കാണാൻ പറ്റിയ ഒരു ഇംഗ്ലീഷ് മൂവിയാണ്, ഒരു ഹൊറർ മൂവിയാണിത്. അപ്പം കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാർ എൻ്റെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് കീപ്പ് ചെയ്യുക. നമുക്ക് എന്നാൽ സിനിമയിലോട്ട് പോകാം. കഥയുടെ തുടക്കത്തിൽ നമ്മുടെ കഥാപാത്രമേ ഒലീവിയാണ് കാണിക്കുന്നത്. ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്. സോ അവളുടെ എല്ലാ കൂട്ടുകാരികളെയും വിളിച്ച് ഒരു ബർത്ത്ഡേ പാർട്ടി തന്നെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനായി അവളെല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ ഒലീവിയെ പറ്റി പറയുകയാണെങ്കിൽ, ഒലീവിയ ഒരു യൂട്യൂബറാണ്, പ്രാങ്ക് ഷോയൊക്കെ ചെയ്യുന്ന കഥാപാത്രമാണ്. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് ക്യാരി എന്ന കഥാപാത്രമാണ്. ക്യാരി ഒലീവിയുടെ ഒരു കൂട്ടുകാരിയാണ്. സോ അവളും ഈ ബർത്ത്ഡേ പാർട്ടിയിൽ വന്നിട്ടുണ്ട്. അവൾ വന്ന് അവിടെ നോക്കുമ്പോൾ ഒരു കൊച്ചു കുട്ടി നിന്ന് എന്തോ പാടിക്കൊണ്ടിരിക്കണതാണ് കാണുന്നത്. അപ്പോൾ ക്യാരിക്ക് ഒരു ക്യൂരിയോസിറ്റി തോന്നി. ക്യാരി അവളുടെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ തിരിച്ച് ഒരു റിപ്ലൈയും വരത്തില്ല. എന്നാൽ ആ കൊച്ചൊരു വല്ലാത്ത രീതിയിൽ നോക്കുന്നത് കണ്ട് പേടിച്ചോടിയ ക്യാരി നമ്മുടെ ഗ്യാബി എന്ന കഥാപാത്രത്തിൽ പോയി. ഗ്യാബി ഒരു അത്ലറ്റ് ആയിരുന്നു. അവൾ വരത്തില്ലെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അവൾക്ക് എന്തോ ഉണ്ടായ ഒരു ആരോഗ്യ പ്രശ്നം മൂലം അവൾക്ക് അതിൽ പോകാനായിട്ട് പറ്റിയില്ല. സോ അവൾ ഈ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നു. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് നമ്മുടെ കഥാപാത്രമായിട്ടുള്ള ക്രിസിനെയാണ്. ക്രിസ് നമ്മുടെ ക്യാരിയുടെ എക്സ് ബോയ് ഫ്രണ്ടാണ്. സോ ഇവരെല്ലാവരും ഒരേ ബാച്ചിൽ പഠിച്ച കൂട്ടുകാരാണ്. അതിനുശേഷം അവിടെ എൻട്രി ആവുന്ന പെണ്ണിൻ്റെ പേരാണ് സാറ. സാറ ഒരു പണക്കാരി പെങ്കൊച്ചാണ്. അപ്പം അവളെ ബാക്കിയുള്ളവർക്കൊന്നും അത്ര ഇഷ്ടമല്ല. കാരണം ഇവർക്ക് നല്ല പൊങ്ങച്ചമുണ്ടെന്നാണ് അവരെല്ലാവരും വിചാരിക്കുന്നത്. സോ അവളോട് അത്ര ഒരു കൂട്ട് എല്ലാവരും കീപ്പ് ചെയ്യുന്നില്ല. എന്നാൽ ബാക്കി എല്ലാവരും നല്ല രീതിയിലുള്ള ഫ്രണ്ട്സാണ്. അതിനുശേഷം അവർ ബർത്ത്ഡേ പരിപാടിയിലോട്ട് പോവാണ്. ബർത്ത്ഡേ പരിപാടി നടക്കുന്നതിനിടെ നമ്മുടെ ഒലീവിയ പറയും, ഇന്ന് നമുക്കെല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട്. നമ്മൾ എല്ലാവരും ഇന്ന് ബ്ലൂ വാലിയിലോട്ട് പോകുന്നുണ്ട്. ബ്ലൂ വാലിയിൽ ഞാൻ എല്ലാവർക്കുമുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് രാത്രി നമ്മൾ അവിടെയാണ് എൻജോയ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് അവർ ആ ബ്ലൂ വാലിയിലോട്ടുള്ള പോക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണ്. ഒലീവിയ ഇത് ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോഴേക്കും മൈക്കിൾ ആ ഒരു ക്യാരവാനും കൊണ്ട് അവിടെ അടുത്തോട്ട് വരും. മൈക്കിളിൻ്റെ മാമൻ്റെ എങ്ങാണ്ട് വണ്ടിയാണിത്. അപ്പം അവരാണ് കൊണ്ടുപോകുന്നത്. കൂടെ ജേസൺ എന്ന് പറയുന്ന കൂട്ടുകാരുണ്ട്. അപ്പോൾ ഇവർ ഇത്രയുമാണ് ഇതിലെ മെയിൻ കഥാപാത്രം. ഒന്ന് ജേസൺ, മൈക്കിള്, അതേപോലെ ക്യാരി, ഒലീവിയ, സാറ, ക്രിസ്, അതേപോലെ നമ്മുടെ ഗ്യാബി. ഇത്രയും പേരാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ, ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ. സോ ഇവർ ഈ ഒരു വണ്ടിയിലെ ഫ്രണ്ട് നോക്കുമ്പോൾ ഫ്രണ്ടിൽ ഒരു മാൻകൊമ്പ് പോലെ ഉണ്ട്. അപ്പോൾ അത് ഡിസൈന് വേണ്ടി വെച്ചിരിക്കുന്നതാണ് നമ്മുടെ മൈക്കിൾ ഇവരോട് പറയുന്നത്. സോ നമ്മുടെ ബർത്ത്ഡേ കാർഡ് എല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് ആ വണ്ടിക്കകത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ വണ്ടി അടിച്ച് പൊളിച്ച് പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഒരു പെട്രോൾ അടിക്കാൻ വേണ്ടി ഒരു പെട്രോൾ പമ്പിൽ കയറ്റും. ആ പെട്രോൾ പമ്പിൽ കയറ്റി പെട്രോൾ അടിക്കാനായിട്ട് നമ്മുടെ കഥാപാത്രമായിട്ടുള്ള മൈക്കിളും അതേപോലെ ജേസനും ഇറങ്ങി പെട്രോൾ അടിക്കാൻ നോക്കുമ്പോൾ പെൺകൊച്ചുങ്ങളും കുറച്ച് പേര് പുറത്തോട്ടിറങ്ങും. അപ്പോൾ അവിടെ നിൽക്കുന്ന കുറച്ച് വൃത്തികെട്ടവന്മാർ അവരെ നോക്കിയിട്ട് വേണ്ടാത്തതൊക്കെ കാണിക്കും. അത് കണ്ട് നമുക്ക് ദേഷ്യം വന്ന ഗ്യാബി എല്ലാം കൂടി ചെന്നിട്ട് ഇവർക്ക് നേരെ കിടന്ന് അടിയുണ്ടാക്കും. അടി ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജേസൺ നല്ല ഷോ കാണിച്ചുകൊണ്ട് വന്ന് ഇവർ മാർക്കറ്റിലാണ്ടെന്ന് പൊട്ടിക്കും. എന്നിട്ട് പൊട്ടിച്ചിട്ട് ഷോയും കാണിച്ച് ഇവൻ വണ്ടിക്കകത്തോട്ട് വരും. അപ്പോൾ വണ്ടിക്കകത്തോട്ട് വന്ന് വണ്ടി എടുത്തിട്ട് പോയി കഴിഞ്ഞ് കുറച്ച് ദൂരം അവർ എൻജോയ് ചെയ്തൊക്കെ ചെന്ന് കഴിയുമ്പോൾ കുറച്ചൊരു എൻജോയ് ചെയ്തൊക്കെയാണ് പോണത്. എൻജോയ് ചെന്ന് കഴിയുമ്പോൾ അവരുടെ ബാക്കിൽ അവരുടെ വണ്ടി ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവും. നോക്കുമ്പം ആ പെട്രോൾ പമ്പിൽ വെച്ച് വഴക്കുണ്ടാക്കിയവന്മാരാണ് ഇവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട് ഇവർ പേടിക്കും. കാരണം ഇവന്മാരുടെ കയ്യിൽ ഗണ്ണുണ്ട്. ഇവർക്കെതിരെ ഗൺ ഷോട്ടും ചെയ്യുന്നുണ്ട്. സോ ഇത് കണ്ട് പേടിച്ച് എല്ലാവരും കുനിഞ്ഞൊക്കെ ഇരുന്ന് വളരെ ഫാസ്റ്റിലാണ് വണ്ടി ഓടിക്കുന്നത്. ഇപ്പം എല്ലാവരും മരണത്തെ പേടിച്ചിട്ടാണ് ഓടിക്കുന്നത്. കാരണം വെടി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഓപ്പോസിറ്റുള്ളവന്മാർ. അങ്ങനെ ഈ ഒരു ഉപന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ മൈക്കിള് വേറെ റൂട്ടിലോട്ട് വണ്ടി തിരിച്ചിടും. നമ്മുടെ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ജേസനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ജേസൺ അപ്പം വേറെ റൂട്ടിലോട്ട് വണ്ടി ഓടിക്കാം. അപ്പോൾ അവരെല്ലാവരും പെട്ടെന്ന് രക്ഷപ്പെട്ടു വന്ന് ഓരോരിടത്ത് ഇറങ്ങി നിന്നിട്ട് പറയും, ജേസൺ ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ജേസൺ ആ നിമിഷം വണ്ടി തിരിക്കാൻ തോന്നിയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷമായി എന്ന് പറയും. അപ്പോഴത്തേക്കും അതല്ല പിള്ളേരെല്ലാം കൂടി ചേർന്ന് ജേസനെ വിളഞ്ഞിട്ട് എല്ലാവരും താങ്ക്സ് ഒക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ പണക്കാരി പെങ്കൊച്ചു ഇവളെ ഉമ്മ വെക്കും. അത് എക്സ്ട്രീമായി പോയി. ബാക്കി എല്ലാവരും സന്തോഷപ്രകടനം ചെയ്തപ്പോൾ ഇവള് പോയി ഉമ്മ വെച്ച്.
അതിനുശേഷം നമ്മുടെ മൈക്കിൾ ഇരുന്ന് വണ്ടി നോക്കുമ്പോൾ കാണാം വണ്ടിയിൽ ഫുള്ള് പോറൽ, ഇവൻ്റെ മാമൻ്റെ വണ്ടിയാണ്. സോ മാമനോട് ഇനി എന്ത് പറയുമെന്ന് അറിയാതെ ഇവ ഇരുന്ന് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പം ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ബാക്കി എല്ലാവരും ഒന്ന് കൂടുതലായിട്ട് സംസാരിക്കും. അപ്പോൾ അവൻ പറയും മാമനോട് ഞാൻ എന്തോ പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ക്യാരി അല്ല, നമ്മുടെ ഒലീവിയ പറയും നമ്മൾ ഇവിടെ നിന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളിത് ലേറ്റാവും, നമ്മൾ വേറെ ഒന്നും ചെയ്യാനില്ല. ഇപ്പം നമ്മുടെ ക്യാരി എന്ന കഥാപാത്രം പോലീസിനെ വിളിക്കാനായിട്ട് തുടങ്ങും. അപ്പോഴാണ് നമ്മുടെ ഒലീവിയ ഇത് പറയണത് കേട്ടോ. അപ്പം അതൊന്നും വേണ്ടെന്ന് പറയും. അപ്പോഴത്തേക്കും മൈക്കിളിൽ പിന്നെയും വിഷമം, ഞാൻ ഈ വണ്ടി എന്തോ ചെയ്യും. അപ്പോഴത്തേക്കും നമ്മുടെ കഥാപാത്രമുള്ള സാറ പറയും നിൻ്റെ വണ്ടി ശരിയാക്കാനുള്ള പൈസ ഞാൻ നിനക്ക് തരാം. അപ്പോഴത്തേക്കും അവർക്കെല്ലാം ഭയങ്കര സന്തോഷമാകും, കാരണം വണ്ടി ശരിയാക്കാനുള്ള പൈസ ആയല്ലോ. സോ അതിനുശേഷം അവരെല്ലാവരും കൂടി ഒരു ഷോർട്ട് കട്ട് റൂട്ട് കണ്ടുപിടിക്കും. ഷോർട്ട് കട്ട് റൂട്ട് കണ്ടുപിടിച്ചിട്ട് അവർ ആ റൂട്ടിലൂടെ പോകാനായിട്ട് തുടങ്ങും. ഇപ്പം കറൻ്റ്ലി അവർക്ക് നെറ്റ്വർക്കൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അവർ മാപ്പ് നോക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം നെറ്റ്വർക്ക് ഇവർക്ക് കിട്ടുന്നില്ല. ഇവർ പോകുന്ന വഴിയാണെങ്കിൽ കൊടുങ്കാട്, അതുകൊണ്ടാണ് ഇവർക്ക് നെറ്റ് കിട്ടാത്തത്. എന്നാൽ ഇവർക്ക് ഒരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടി പോകുന്ന വഴി വേറെ വണ്ടിക്കാരും ഒന്നും വരുന്നില്ല, ഇവർക്ക് എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയില്ല. അങ്ങനെ ഇവർ ചെന്ന് ഒരു 2 റോഡിൻ്റെ സൈഡിലോട്ടെത്തും. എങ്ങോട്ട് തിരിയണം എന്നുള്ളത് കാര്യം അറിഞ്ഞൂടാ, നമ്മുടെ കഥാപാത്രങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാ. സോ നേരത്തെ മാപ്പ് കണ്ട ഒരു ഓർമ്മയിൽ ഇവൾ പറയുന്നത് റൈറ്റിലോട്ടാണ് പോകേണ്ടത്. അപ്പം നമ്മുടെ ഒലീവയ്ക്ക് ആൾറെഡി ഇതാണ് പെട്ടെന്ന് എത്തണം എന്നുള്ളതിൽ അവളും പറയും റൈറ്റിലോട്ടാന്ന് പറഞ്ഞു. ഇവരെല്ലാവരും അതും വിശ്വസിച്ച് റൈറ്റിലോട്ട് പോകും. റൈറ്റിലോട്ട് പോകുമ്പോൾ അവർ പെട്ടെന്ന് ഒരു കാറ് റോഡിൽ കിടക്കണതായിട്ട് കാണും. ആ ഒരു കാറ് ഒറ്റയ്ക്കൊരു റോഡിൽ കിടക്കുമ്പോഴേ അവർക്ക് ഡൗട്ട് അടിക്കും. പക്ഷേ അവരത് മൈൻഡ് ചെയ്യാതെ അവർ എന്നിട്ട് മുന്നോട്ട് പോകും. അവർക്ക് പിന്നെ സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നും, കാരണം വഴിയിലൊന്നും ഒരു വണ്ടിയും കാണുന്നില്ല, അവരെ പാസ് ചെയ്ത ഒരാളും പോയില്ല. സോ എന്തോ സ്ട്രെയിഞ്ച് പ്ലേസായിട്ട് ഇവർക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യും. പക്ഷേ ഇവർ ഇത്രയും പേരുള്ളത് കൊണ്ട് ഇവർക്ക് മടുപ്പൊന്നും തോന്നാതെ ഇവർ കാര്യമൊക്കെ പറഞ്ഞു പോകും. അത് കഴിയുമ്പോഴത്തേക്ക് രാത്രിയാകും. രാത്രി ഇവർ കുറച്ച് നേരം ചെല്ലുമ്പോഴത്തേക്കും ഒരു ബാർ കണ്ട് അവരകത്തോട്ട് പെട്ടെന്ന് സന്തോഷിച്ചൊക്കെ കയറി ചെല്ലും. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ ഭയങ്കര സ്ട്രെയിഞ്ചായിട്ട് ഇവരോടൊക്കെ ബിഹേവ് ചെയ്യും. എന്നിട്ട് അവനപ്പോൾ ചോദിക്കും നമുക്ക് ബ്ലൂ വാലിയിലോട്ടാണ് പോകേണ്ടത്, അങ്ങനെ എങ്ങോട്ട് പോകുന്ന നോക്കുമ്പം അവിടെ ഇരിക്കുന്ന ആളുകൾ പറയും നിങ്ങൾ ഇപ്പോൾ പോകുന്ന റൂട്ടിലോട്ട് പോയാൽ ബ്ലൂ വാലിയിലൊന്നും പോകാൻ പറ്റില്ല, അതല്ല അതെങ്ങോട്ടും എത്തിച്ചേരില്ല, നിങ്ങൾ തിരിച്ചു പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് പറയും. അപ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരും ഇവരെ സ്ട്രെയിഞ്ചായിട്ട് നോക്കും. അപ്പോൾ നമ്മുടെ മൈക്കിൾ പറയും എന്നാൽ നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും തരണം. അപ്പം അതുകൂടില്ല, കട അടയ്ക്കാൻ പോകുമെന്ന് പറയും. അങ്ങനെ ഇവർ തിരിച്ച് കയറാൻ നോക്കുമ്പോൾ ഒരു ട്രക്ക് ഇവരുടെ അടുത്തേക്ക് പോകും. അപ്പോൾ ഇവർ വിചാരിക്കാം പെട്രോൾ പമ്പിലാണ്, പക്ഷേ ഇവരെ പാസ് ചെയ്ത് പോകുന്ന കാണുമ്പോൾ ഇവർക്ക് മനസ്സിലാകും അത് അവരല്ലെന്ന്. അതിനുശേഷം നമ്മുടെ മൈക്കിൾ ചെന്ന് എല്ലാവരോടും പറയും ഇവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, എന്താ മാറും ഇത് നമുക്ക് ചെയ്യാനാകത്തില്ല. അപ്പോഴത്തേക്കും ജെയ്സൺ അവിടെ പോയി ഒരു മാപ്പ് സംഘടിപ്പിച്ചിട്ട് വരും. ജെയ്സൺ എന്നിട്ട് പറയും നമ്മൾ പോകുന്ന റൂട്ടൊക്കെ കറക്റ്റാണ്, മേ ബി അവിടെ ഉള്ളവർക്ക് നമ്മൾ സഹായിക്കാൻ താല്പര്യം കാണില്ല, നമ്മൾ പോകുന്ന റൂട്ട് കറക്റ്റാണെന്ന് ജെയ്സൺ പറയും. സോ ഇവരെല്ലാവരും വീണ്ടും ആ വഴിക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് തീരുമാനിക്കും. അവർ വീണ്ടും അവരുടെ ട്രാവൽ തുടങ്ങും. എല്ലാവരും സന്തോഷിച്ച് വെള്ളമൊക്കെ അടിച്ച് ചിരിച്ച് കളിച്ച് ആ ഒരു രീതിക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഇവരുടെ വണ്ടി എന്തോ ചെന്ന് ഇടിക്കും. മൈക്കിളിന് ഭയങ്കര ടെൻഷൻ, നമ്മൾ എന്തോ തട്ടി. അപ്പം അവർ പറയും ആ ട്രക്കിലാണോ ഇടിച്ചത്? അല്ല, അത് ട്രക്കല്ല, വേറെ എന്തോ ആണ്. അപ്പോഴത്തേക്കും നമ്മുടെ സാറ ചോദിക്കും അതൊരു മനുഷ്യനെയാണോ ഇടിച്ചത്? അറിയില്ല, എന്തിനെ ഇടിച്ചതെന്ന് ഡൗട്ടാണെന്ന് നമ്മുടെ മൈക്കിൾ പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ഗ്യാബിയും ക്യാരിയും തമ്മിൽ വഴക്കാവും. എന്തോ അവരെപ്പോഴും വഴക്കാണ്, അതൊന്നും വഴക്കായിക്കൊണ്ടിരിക്കും. അപ്പോഴത്തേക്കും മൈക്കിൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായി നോക്കുമ്പോൾ ജന്മകാലം വണ്ടി സ്റ്റാർട്ടാകത്തില്ല. അപ്പോഴത്തേക്കും അവന് ടെൻഷനായിട്ട് അവൻ തിരിഞ്ഞിരിക്കും. അത് കണ്ട് എല്ലാവരും അവനോട് ചോദിക്കും നീ എന്തിനാ ഇത്ര ടെൻഷനായിട്ടിരിക്കണേ എന്ന് പറയുമ്പോഴാണ് അവൻ സത്യം പറയണത്. ഇവ മാമനോട് ചോദിച്ചിട്ടല്ല വണ്ടി എടുത്തുകൊണ്ട് വന്നത്, മാമനോട് ചോദിക്കാതെ ഇവ സ്വന്തമായിട്ട് വണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു. ഇനി മാമനോട് ഞാൻ എന്ത് പറയും എന്നാണ് എനിക്കറിയാത്തത്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ലല്ലോ, അതെല്ലാം ആലോചിച്ചിട്ടാണ് അവന് പേടിയാവുന്നത്. മാത്രമല്ല കാടുമാണ്. സോ അവൻ രണ്ടും കൽപ്പിച്ച് പുറത്തിറങ്ങി എന്തുവാണ് വണ്ടി ഇടിച്ചെന്ന് നോക്കും. എന്നാൽ ഒന്നിനെ കാണുന്നില്ല, മനുഷ്യനും അല്ല മൃഗവും അല്ല, ഒന്നുമില്ല. എന്തിനാ വണ്ടി ഇടിച്ചതെന്ന് കാണുന്നില്ല. ഫുൾ ഇരുട്ട്. അവൻ കാടിലൂടെ നോക്കുമ്പോൾ അവിടെ എന്തോ ഒരു സാധനം ഉള്ളതായിട്ട് മൈക്കിൾക്ക് കാണുന്നുണ്ട്. എന്നാൽ എന്താണെന്ന് അറിഞ്ഞൂടാ, അതുവഴി എന്തോ ഒരു സാധനം പോകുന്നുണ്ട്. അവൻ അങ്ങനെ ടെൻഷനാകുമ്പോൾ അതിനെ നോക്കിക്കൊണ്ട് അതിൻ്റെ പുറകെ പോകാനെടുത്താണ്. അപ്പം നമ്മുടെ ഒലീവിയ എന്തോ ഒരു കാര്യം കണ്ടിട്ടുണ്ട്, പക്ഷെ അവളെ കൊണ്ട് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. അവൾ നമ്മുടെ മൈക്കിളിനെ ഫോളോ അപ്പ് ചെയ്ത് നോക്കുവാണ്. പെട്ടെന്ന് ഇവൾ പേടിച്ച് അലറി നിലവിളിച്ചത് കൊണ്ട് ഇവൾ പെട്ടെന്ന് ചെന്ന് ബോധം കെട്ട് വീഴുകയാണ്. അപ്പം അതിനുശേഷം അവൾക്ക് ബോധം പോകും. ബോധം പോയി കഴിഞ്ഞാൽ അവളോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കരഞ്ഞുകൊണ്ടാണ് ബോധം പോകുന്നത്, അതുകൊണ്ടാണ് കരഞ്ഞ ശേഷം ബോധം പോകും. അതിനുശേഷം മൈക്കിളകത്തോട്ട് പോയി. മൈക്കിളകത്തോട്ട് പോയതിനു ശേഷം അവിടെ എന്തൊക്കെയോ സൗണ്ടുകളാണ് കേൾക്കണത്. സൗണ്ടുകൾ മാത്രമേ കേൾക്കുന്നുള്ളൂ, മൈക്കിളിനായിട്ട് അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. സോ മൈക്കിൾ അപ്രത്യക്ഷമായി. എന്തോ പറ്റിയെന്നൊന്നും അറിയില്ല. അപ്പം നമ്മുടെ ജെയ്സൺ ഒരു ഹീറോയ്ക്ക് കഥാപാത്രമാണല്ലോ ഇതിനകത്ത്.
അവൻ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ വീണ്ടും ഒരു തോക്കൊക്കെ എടുത്ത് അതുവഴി ചുറ്റും കറങ്ങി നടന്ന് എന്തുവാണ് ആരാണ് എന്നുള്ളതൊക്കെ നോക്കുവാണ്. കാരണം ഒരു സൗണ്ടൊക്കെ അവിടെ കേൾക്കുന്നുണ്ട് ഒരുപാട് പേരുടെ. അപ്പോൾ അതെന്താണ് നോക്കി ചെന്നിട്ട് ആരും കാണുന്നില്ല. ആരെയും കാണാതെ അവൻ ചെന്ന് കാട്ടിലൂടെയൊക്കെ തപ്പി നടക്കുമ്പോൾ അവൻ്റെ ഫ്രണ്ടിൽ എന്തോ ഒരു സാധനം ഉള്ളതായിട്ടാണ് മനസ്സിലാവും. അവൻ അങ്ങനെ അതിനെ പിന്നെ ചെന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ മുന്നിലോട്ട് മൈക്കിൾ ഫ്രണ്ടിൽ വന്നിരിക്കും. പെട്ടെന്ന് മൈക്കിളിനെ കാണുമ്പോൾ ഇവൻ ആകെ ഷോക്കാവും. ഇവൻ ആകെ ഷോക്കായിട്ട് അവിടെ പോയി ഭയങ്കര വെടിവെച്ചൊക്കെ സൗണ്ട് കേൾക്കും. വെടിവെച്ചിട്ടൊക്കെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് ഇവരെല്ലാം അകത്തുനിന്ന് പേടിയാവും. പുറത്ത് പോയ മൈക്കിളിനെ കാണാനില്ല, ഇപ്പോൾ പോയ നമ്മുടെ കഥാപാത്രമായിട്ടുള്ള ജേസനെയും കാണാനില്ല. ഇവരുള്ള ഗേൾസിനെല്ലാം ഭയങ്കര പേടിയാവും. ഇപ്പോൾ ഈ വണ്ടിക്കകത്ത് ആൾറെഡി 4 പേരുണ്ട്. ക്രിസ് ഉണ്ട്, അതേപോലെ നമ്മുടെ കഥാപാത്രമായിട്ടുള്ള ക്യാരി ഉണ്ട്, അതേപോലെ ഒലീവിയ, ഗ്യാബി എല്ലാവരും ഉണ്ട്. പെട്ടെന്ന് നമ്മുടെ ക്യാരി ചെന്ന് കാരവാൻ്റെ ഗ്ലാസിന് പുറത്തൊരു കൈ ഇടും. ഒരു കൈ അവളെ വന്ന് പറിക്കും. ആ കൈ നമ്മൾ കണ്ടു നോക്കിയാൽ അത് നമ്മുടെ കഥാപാത്രത്തിലുള്ള ഒലീവിയയുടെ കൈ പോലെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവരുടെ ഡോറ് തുറക്കുന്ന കാണുമ്പോഴത്തേക്ക് ഇവർക്ക് പേടിയാവും. പെട്ടെന്ന് നമ്മുടെ ജേസൺ ഓടി വന്നിട്ട് പറയും, നിങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെടുക, ഇവിടെ എന്തോ അപകടമുണ്ട്, പെട്ടെന്ന് രക്ഷപ്പെടുമെന്ന് പറയുമ്പോഴത്തേക്ക് ഇവനെ എന്തോ ഒരു സാധനം വലിച്ചെടുത്തോണ്ട് പോകും. ഇവരിത് കണ്ട് പേടിച്ച് പെട്ടെന്ന് ചെന്ന് ഡോർ അടയ്ക്കാനൊക്കെ ട്രൈ ചെയ്ത് എല്ലാ ഡോറും അടച്ച് അവർ ഗ്ലാസ്സുകളും അടച്ച് എല്ലാ കാര്യങ്ങളും അടയ്ക്കും. അപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന സൗണ്ട് എല്ലാം പോകും. അപ്പോൾ ഇവർക്ക് കുറച്ചൊക്കെ സമാധാനമാകും. അപ്പോൾ സൗണ്ട് പോയപ്പോൾ തന്നെ പാതി പേടി മാറുമല്ലോ. ഇതുവരെ അവർക്ക് അവിടെ ഫുള്ള് ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവരുടെ പേടി പോയി. അതിനുശേഷം നോക്കുമ്പോൾ കാണാം എല്ലാ ഗ്ലാസ്സുകളും എല്ലാം തിരിച്ച് വീണ്ടും തുറക്കുന്നു. ആ സൗണ്ടുകളെല്ലാം വീണ്ടും റിപ്പീറ്റ് ആകുന്നുണ്ട്. ഇവരെല്ലാം നല്ല രീതിക്ക് പേടിച്ച് വിറക്കുകയാണ്. ഇവരെല്ലാം പേടിച്ച് വിറച്ചിട്ട് അവർ വണ്ടി സ്റ്റാർട്ടായി. അവർ സന്തോഷിച്ച് കുറച്ച് നോക്കുമ്പോൾ വണ്ടി ഫ്രണ്ടിൽ ചെന്നിട്ട് വീണ്ടും തിരിച്ച് വണ്ടി അതേ പൊസിഷനിലോട്ട് വരുന്നുണ്ട്. ഇവരിത് കാണുമ്പോഴത്തേക്ക് വീണ്ടും അവർക്ക് പേടിയായി ഇവരെല്ലാം വിളിച്ചു പോയി കരയാൻ തുടങ്ങുമ്പം പുറത്ത് എന്തോ ഒരു സൗണ്ട് വീണ്ടും ഇവർ കേൾക്കും. എന്നിട്ട് ഇവരെ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ഇവർ പറയും, ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒലീവിയുടെ പ്ലാനാണ്. ഒലീവിയ നമ്മളെ പറ്റിക്കാൻ വേണ്ടി എന്തോ ഒരു പരിപാടി ഒപ്പിക്കുകയാണ്. ഒലീവിയ ഒരു പ്രാങ്സ്റ്റർ അല്ലേ, ചിലപ്പോൾ അവളെല്ലാം അങ്ങോട്ട് ചേർന്ന് നടത്തിയതായിരിക്കും. കാരണം ഒലീവിയയുടെ ഫ്രണ്ടായിട്ടുള്ള മൈക്കിളും അതേപോലെ ജെയ്സനുമാണ് ഇപ്പോൾ പുറത്തുള്ളത്. അപ്പോൾ ഇവർ നമ്മളെ പ്രാങ്ക് ചെയ്യുവാണോ എന്നൊരു ഡൗട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് പ്രാങ്കാണെന്ന് ഇവർ ഉറച്ചങ്ങ് വിശ്വസിച്ചു. ഇത് പ്രാങ്കാണ്, അല്ലാണ്ട് ഇതിലൊരു സത്യവുമില്ല, ഒരമാനുഷികമില്ല, മാങ്ങയില്ല, തേങ്ങയില്ല, എന്തിനെയോ കണ്ട് പേടിച്ചത് ഒലീവിയാണ്. അപ്പം നമ്മളെ ചേർന്ന് നമ്മളായിരിക്കും ഇതിലെ ടാർഗറ്റ്. അവൾ പറഞ്ഞ ഡയലോഗൊക്കെ ഓർമ്മയില്ലേ, നമുക്കിന്ന് മറക്കാനാവാത്ത രാത്രിയായിരിക്കും എന്നൊക്കെയാണ് അവൾ പറഞ്ഞത്. അപ്പം അവളുടെ പ്രാങ്ക് ആവാനാണ് സാധ്യത. നമുക്കിത് വിട്ടുകൊടുക്കരുത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് നമുക്ക് ഇവരെ തിരിച്ച് ഇവളെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കാൻ തീരുമാനിക്കും. ഇവളെ കൊണ്ട് തന്നെ സത്യം പറയിക്കാൻ തീരുമാനിച്ചിട്ട് ഇവരുടെ വീഡിയോ ക്യാമറയൊക്കെ ഓൺ ആക്കിയിട്ട് ഇവരൊരു വീഡിയോ പോലെ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒലീവിയയ്ക്ക് സിഗരറ്റിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല. സോ ഇവർ വീഡിയോ ഒക്കെ ഓണാക്കി ഒരു സിഗരറ്റ് എടുത്ത് ഇവളുടെ അടുത്ത് വന്നിട്ട് ഊതുമ്പം ഇവളെ ഒന്നും ഒരു എഫക്റ്റുമില്ല. പെട്ടെന്ന് ഇവർ കാരവാൻ്റെ അകത്തുനിന്ന് ഒരു സൗണ്ട് കേൾക്കും. അപ്പോൾ ഇവരെല്ലാം വീണ്ടും പേടിക്കും, ഇതെന്തോ സംഭവമുണ്ട് എന്ന് പറഞ്ഞ് പേടിച്ച് ഇവർ ചെന്ന് നോക്കുമ്പം നമ്മുടെ ക്രിസ്സൂട്ടനുണ്ടല്ലോ, ക്രിസ് അവിടെ കിടന്നു നല്ല ഉറക്കം. അപ്പോൾ ക്രിസ് കൂർക്കം വലിക്കുന്ന സൗണ്ട് കണ്ടിട്ട് ഇപ്പോൾ കേട്ടത്. ഇവർക്കപ്പോൾ മനസ്സിലായി ഇത് ക്രിസ്സാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ ക്രിസിനെ എഴുന്നേൽപ്പിക്കാനായിട്ട് നോക്കും. ക്രിസ് എന്തോ ബോധത്തിലൊക്കെ എന്തോ വെള്ളം അടിച്ചൊക്കെ കയറിഞ്ഞൊക്കെ കിടക്കുക. അവൻ ചോദിക്കും ജെയ്സനും അതേപോലെ നമ്മുടെ കഥാപാത്രം മറ്റേ മൈക്കിൾ എവിടെയും ചോദിക്കും. അപ്പം അവരെ നിങ്ങൾ കൊന്നോ എന്നുള്ളത് അവൻ തമാശക്കായിട്ടൊക്കെ ചോദിച്ചു. അവൻ വീണ്ടും അവൻ്റെ ബോധം പോകും. അപ്പം അവർക്ക് കുറച്ച് ഒരുത്തനോട് ഉണ്ടല്ലോ എന്നൊരു ആശ്വാസമൊക്കെ വരും. അപ്പോൾ ഇവരെന്നിട്ട് വീണ്ടും ഡൗട്ട്, ഇത് ഇവളുടെ പണിയാണോ, എന്തു സംഭവം ഒന്നും അറിഞ്ഞൂടാ, നമ്മൾ എന്തിനെ വിശ്വസിക്കും എന്ന് പറഞ്ഞ് ഇവരുടെ കയ്യെ കിട്ടുന്ന ആയുധം എല്ലാം വിളിച്ചിട്ട് പുറത്തിറങ്ങാനുള്ള പരിപാടിയാണ് ചെയ്യണത്. കാരണം ഇവർക്ക് ഡൗട്ടുണ്ട്, ഇത് നമ്മുടെ ഒലീവിയ ചെയ്യുന്ന പ്രാങ്കാണോ അതോ ഇനി റിയലായിട്ട് എന്തെങ്കിലും അമാനുഷികം ഇവിടെ ഉണ്ടോ എന്നുള്ളതെല്ലാം ഇവർ മേടിച്ച് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവും. പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഒലീവിയ ഫ്രണ്ട് ഒരു കോളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒലീവിയ കോളൊക്കെ ചെയ്തിട്ട് പക്ഷേ ഇവർ പറയുന്നത് ഒന്നും ഒലീവിയ കേൾക്കുന്നില്ല. ഒലീവിയ പെട്ടെന്ന് ഡോറും തുറന്ന് പുറത്തോട്ടിറങ്ങും. പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്ക് ഇവർക്ക് പേടിയാവും. ഇവർ ചെന്ന് ഒലീവിയോട് പറയുന്നുണ്ട് പുറത്തിറങ്ങില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴത്തേക്കും ഒലീവിയെ കാണാനില്ല. ഇവർ നോക്കുമ്പോൾ ഇവരുടെ ടേബിളിനകത്ത് മൈക്കിൾ എന്ന് പറഞ്ഞിട്ട് കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒലീവിയെ വിളിക്കുന്നത് മൈക്കിളിൻ്റെ ഫോണൊക്കെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ ഈ കോളൊക്കെ എടുക്കും. കോൾ എടുക്കുമ്പോൾ ഇവള് പറയണത് അതേപോലെ നമ്മുടെ സാറ പറയണത് റിപ്പീറ്റായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് സാറയ്ക്ക്.
അപ്പോൾ തൊട്ടപ്പുറത്ത് നമ്മുടെ ഒലീവിയ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഒലീവിയ പറയുന്നുണ്ട്, ഒലീവിയയുടെ മൈക്കിൾ പറയുന്നുണ്ട്, നീ വാ, ഞാൻ ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് അകത്തിരുന്ന് ഇവർക്ക് കേൾക്കാം, പക്ഷേ ഒലീവിയക്ക് കേൾക്കുന്നില്ല. ഒലീവിയ വിചാരിച്ച് റിയലാണ്. ഇവർ ഒലീവിയ മാക്സിമം വിളിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഒലീവിയ പോകരുത്, അത് ട്രാപ്പാണ്, അവൻ മരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഒന്നും കേൾക്കാൻ പറ്റാതെ ഇവൾ നേരെ നടന്നു പോവാണ്. പെട്ടെന്ന് ഇവളുടെ നേരെ ഒരു സ്മോക്കൊക്കെ വന്ന് സ്പ്രെഡാവും. ആ സ്മോക്കൊക്കെ കാണുമ്പോഴത്തേക്ക് ഒലീവിയക്ക് ഡൗട്ടാവും, ഇവിടെ എന്തോ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് ഇവൾ പേടിച്ച് തിരിച്ച് ഓടാനായിട്ട് ട്രൈ ചെയ്യും. ചെയ്യുമ്പോഴത്തേക്കും പക്ഷെ പറ്റില്ല, കാരണം സ്മോക്ക് ഇവിടെ സ്പ്രെഡായി. അപ്പോൾ എങ്ങനെയൊക്കെയോ ഓടി പിഴച്ച് തിരിച്ച് ആ വണ്ടിക്ക് അടുത്തോട്ട് വരും. വന്നിട്ട് കയറ്റപ്പോൾ ഇവരുടെ മറ്റേവർ തുറക്കാൻ നോക്കിയിട്ട് തുറക്കാൻ പറ്റിയില്ല. ഒലിവിയ ഓടി വന്നിട്ടും ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ ഡോറ് തുറക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവർക്കും തിരിച്ച് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. എന്നാൽ അവർ നോക്കുമ്പോൾ ഒലിവിയ അങ്ങേ അറ്റത്ത് നിന്നിട്ട് വീണ്ടും കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 2 ഒലീവിയ, അവർക്ക് ഡൗട്ടായി, ഇത് ഏതാ റിയൽ ഒലീവിയ, നമുക്ക് തുറക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം ഡൗട്ടായി. അപ്പോഴത്തേക്കും പുറത്തുള്ള ഒലീവിയ ഫുള്ള് പുക വന്ന് മൂടി. അതിനുശേഷം ഒലീവിയുടെ കരച്ചിലും കേൾക്കാതായി. അപ്പോഴത്തേക്ക് ഇവർക്ക് ഭയങ്കര പേടി, ഒലീവിയക്ക് എന്തെങ്കിലും സംഭവിച്ചാണോ എന്ന് പേടി. ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന് പെട്ടെന്ന് വീണ്ടും അലർച്ചയും എല്ലാം കൂടിയൊക്കെ കേൾക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇവർക്ക് ഭയങ്കര പേടി. ഇവർ കയ്യൊക്കെ കിട്ടുന്ന എന്തും വരട്ടെ എന്ന് വെച്ചിട്ട് എല്ലാ സാധനങ്ങളും എടുത്ത് അറ്റാക്ക് ചെയ്യാൻ പോകുക എന്നുള്ള വഴിക്ക് പുറത്തോട്ടിറങ്ങി ഇവർ അപ്പോഴത്തേക്കും പുറത്തോട്ടിറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒരു പാമ്പിനെ കണ്ട് പേടിച്ച് അവരവിടെ ചെന്ന് ഗ്യാസൊക്കെ ഓണാക്കി തീയൊക്കെ കത്തിച്ചപ്പോഴത്തേക്കും സാറ വന്ന് രക്ഷപ്പെടുത്തി അത് തീയൊക്കെ അണച്ച് കളയും. എന്നിട്ട് ഇവർ ധൈര്യമൊക്കെ സംഭരിച്ച് പുറത്തോട്ടിറങ്ങും, ക്യാരവൻ്റെ പുറത്തോട്ടിറങ്ങാനായിട്ട് നോക്കും. ക്യാരവൻ്റെ പുറത്തോട്ടിറങ്ങുമ്പോൾ നേട്ടാ ക്യാരവൻ്റെ പുറത്ത് നമ്മുടെ ഒലിവിയ ചേർത്തി കിടക്കണം. അത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഗ്യാബിക്ക് ഭയങ്കര ദേഷ്യം വരുന്നത്. നീ ഒറ്റൊരുത്തിയാണെന്ന് പറഞ്ഞ് ക്യാരിയോട് പറയും, നീ ഒറ്റൊരുത്തിയാണ് അവൾ മരിക്കാൻ കാരണം, ഞാൻ തുറക്കാൻ പറഞ്ഞതാണ്, അപ്പോൾ നീ തുറക്കാഞ്ഞാണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കും. അതിനുശേഷം നമ്മുടെ സാറയും അതേപോലെ ക്യാരിയും അകത്തിരുന്ന് ലൈറ്റെല്ലാം ഓഫ് ചെയ്ത്, അതായത് കറണ്ട് സേവ് ചെയ്യണല്ലോ, ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് ഇവർ മെഴുകുതിരിയൊക്കെ കത്തിച്ച് നോക്കും. പെട്ടെന്ന് കറണ്ടൊക്കെ പോകും. കറണ്ടല്ല മീൻ തീ അണഞ്ഞു പോകും. പെട്ടെന്ന് അവരുടെ TV ഓണായിട്ട് നോക്കുമ്പോൾ സാറ് മാത്രമേ ഉള്ളൂ, ക്യാരിയെ കാണുന്നില്ല. അപ്പോൾ സാർക്ക് ഭയങ്കര പേടി. നോക്കുമ്പോൾ അവരുടെ ബാക്കിൽ വേറെ ആരോ നിൽക്കുന്നു. പേടിച്ച് ഇവർ തിരിഞ്ഞ് നോക്കുമ്പോൾ കാണാം അത് നമ്മുടെ ക്രിസ്സായിരുന്നു. ക്രിസ് ചോദിക്ക് എന്താ സംഭവം എന്നൊക്കെ ചോദിച്ച് ഇവൻ വിചാരിക്കുന്നതെല്ലാം പ്രാങ്കാന്ന് വിചാരിച്ച് ഇവരെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇവന് മനസ്സിലാവുന്നില്ല. കുറച്ച് നേരം നോക്കിയപ്പോൾ കാണാം അവിടെ കുറച്ച് ബുക്സൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് വണ്ടിയുടെ കുഴപ്പമാണോ, ഇവൻ്റെ മാമൻ ഇതുപോലെ കൂടോത്രം ചെയ്തിട്ടുണ്ടോ എന്നല്ല ഇവരൊക്കെ ഭയങ്കരമായിട്ടൊക്കെ ഇവർ ആലോചിച്ച് കൂട്ടുക. എന്നാൽ നമ്മുടെ ക്രിസ്തൊന്നും വിശ്വസിക്കുന്നില്ല. പെട്ടെന്ന് വണ്ടി കുലുങ്ങാൻ തുടങ്ങി, അവരടച്ചിട്ടിരുന്ന ഇതെല്ലാം തുറക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും അവന് വിശ്വാസമായി ഇവിടെ എന്ത് സംഭവമുണ്ട്, നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടാം, ബാക്കിയുള്ളവരൊന്ന് വെയിറ്റ് ചെയ്യേണ്ടെന്ന് പറയും. അപ്പോൾ അവർ ചോദിക്കും എങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അവൻ പറയും ഞാൻ ഒരു മെക്കാനിക്കാണ്, ഞാൻ മെക്കാനിക് പഠിക്കുന്നുണ്ട്, അപ്പം എനിക്കിത് നിസ്സാരമായിട്ട് ശരിയാക്കാൻ പറ്റും എന്ന് പറയും. എന്നിട്ട് നമ്മൾ സാറെ വണ്ടി കയറ്റി എടുത്തിട്ട് ഇവൻ വണ്ടി ശരിയാക്കാൻ വേണ്ടിയിട്ട് നോക്കും. വണ്ടി ശരിയാക്കാൻ നോക്കുമ്പോൾ താഴെ ടൂൾസൊക്കെ വെച്ചു, ടൂൾസൊന്നും കാണുന്നില്ല. അവൻ വണ്ടിക്കടിയിൽ നോക്കും, വണ്ടിക്കടിയിൽ ടൂൾസ് ഇരിക്കുന്നു. ഇതാരാ ഇപ്പോൾ ഇവിടെ കൊണ്ടുവച്ചതെന്ന് പറഞ്ഞ് ഇവൻ വണ്ടിക്ക് അടിയിലോട്ട് കയറും. പെട്ടെന്ന് ഇവൻ്റെ കയ്യിലോട്ട് മൂർച്ചയുള്ള സാധനം വന്ന് അടിച്ച് കയറും. അവൻ അവിടെ കിടന്ന് വിളിച്ചു പോയി കഴിയുമ്പോഴത്തേക്ക് അവനെ പുറത്തോട്ട് ആരോ വലിച്ചെടുക്കും. അവൻ പേടിച്ച് നല്ല വിളിക്കാം. നോക്കുമ്പോൾ ആരാ, നമ്മുടെ കഥാപാത്രത്തിലുള്ള ക്യാരിയാണ് അവനെ പിടിച്ച് പുറത്തോട്ട് എടുത്തത്. അവളെന്നിട്ട് ആ കയ്യിലുള്ള സാധനമൊക്കെ വലിച്ചു കുരിച്ചിട്ട് അവൻ ആ കതവ് തുറക്കും, വണ്ടി ശരിയാക്കും. അങ്ങനെ വണ്ടി സ്റ്റാർട്ടാകും. നോക്കുമ്പോൾ കാണാം വണ്ടിയിൽ ഫ്യൂവലില്ല. എന്നാൽ വണ്ടിയിൽ ബാക്കിലുണ്ട് ഫ്യൂവൽ എന്നുള്ള കാര്യം ഇവർക്കറിയാം, കാരണം ഇവർ പെട്രോൾ പമ്പിൽ കയറിയ കാര്യം ഇവർക്ക് ഓർമ്മയുണ്ട്. അതേപോലെ അവരപ്പം ബാക്കിലോട്ട് പോയി പെട്രോൾ എടുക്കും. വണ്ടിക്കകത്ത് സാറ മാത്രമാണ്. പെട്ടെന്ന് ഡോറ് തുറന്നിട്ട് അവിടെ നമ്മൾ ഒലീവിയുടെ കരച്ചിൽ കേട്ട് തുടങ്ങും. ഭയങ്കര ഫ്രീക്വൻസിയിലാണ് കേൾക്കണത്, നമുക്ക് ഭയങ്കരമായിട്ട് തോന്നും. അപ്പോഴത്തേക്ക് നമ്മുടെ ബാക്കിലാണെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് റൊമാൻറ്റിക്കൊക്കെ പോലെ നമ്മുടെ ക്യാരി ഇവനോട് പറയും എന്നോട് ക്ഷമിക്കണം എന്ന് വെച്ചാൽ ഇവർ തമ്മിലോട് ചെറിയ ഇഷ്ടത്തിലാണെന്നല്ലോ, എക്സ് ആയിരുന്നല്ലോ, അപ്പോൾ നീ എൻജിനീയറിംഗ് ഒക്കെ ചെയ്ത കാര്യം എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ ഒരുമാതിരി റൊമാൻറ്റിക് മൂഡിലോട്ടൊക്കെ പോകും. അപ്പം നമ്മുടെ അകത്താണെങ്കിൽ നമ്മുടെ ഒലീവിയുടെ സൗണ്ട് കേട്ടിട്ട് അവിടെ കിടന്ന് വിളിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സാറ. അവളുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം ചോര വരുന്നുണ്ട്. അവൾ കിടന്ന് വിളിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഈ സൗണ്ട് കേട്ടിട്ട് ആരോ ഇവൾ അടുത്തോട്ട് വരും. അടുത്തോട്ട് വന്നിട്ട് അപ്പോൾ ഇവൾ പേടിച്ച് കത്തി എടുത്ത് ഒറ്റ കുത്ത്. ആ ഒരു കുത്തുന്നത് പക്ഷേ നമ്മുടെ ക്യാരിയായിരുന്നു. സൗണ്ട് കേട്ടിട്ട് എന്തോ നോക്കാൻ വേണ്ടിയിട്ട് ഓടി അവളെടുത്തിട്ട് വന്നേ. പക്ഷേ ആ കുത്ത് കൊണ്ടത് അവൾക്കാണ്. പക്ഷെ വലിയ പൂർവ്വമൊന്നും ആയില്ല, എങ്കിലും അവൾക്ക് വേദനയുണ്ട്. എന്നാൽ പെട്ടെന്ന് ഡോർ അടഞ്ഞു പോകും. അപ്പോൾ ക്രിസ് മാത്രം പുറത്തായി പോകും. ക്രിസ് പേടിച്ച് ക്രിസ് അവിടെ കിടന്ന് വിളിച്ച് പോകുമ്പോഴത്തേക്കും ദൂരെ നോക്കുമ്പോൾ ലൈറ്റ് കാണുന്നുണ്ട്. സോ ഏതൊരു വണ്ടി അവിടെ അടുത്തോട്ട് വരുന്നുണ്ട് എന്ന് മനസ്സിലാവും. എന്നിട്ട് അപ്പോഴത്തേക്കും ക്രിസ് ഓടിച്ചെന്ന് ആ വണ്ടിയുടെ അടുത്തോട്ട് ചെല്ലും. വണ്ടി ദൂരെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്, ലൈറ്റൊക്കെ ഉണ്ട്.
പെട്ടെന്ന് അവരെല്ലാം രക്ഷപ്പെട്ടു എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വണ്ടി അവിടെ വെച്ച് ഓഫായി പോകും. അപ്പോൾ ക്രിസ് ആ വണ്ടിയുടെ മുന്നിലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ക്രിസ് എന്തോ കണ്ട് പേടിച്ച് ക്രിസ് തിരിച്ച് ഓടി വരും. തിരിച്ച് ഓടി വന്ന് നമ്മുടെ ബസ്സിൻ്റെ ഫ്രണ്ടിൽ ആ മാൻകൊമ്പുണ്ടല്ലോ, ആ മാൻകൊമ്പിലോട്ടാണ് വന്ന് കയറുന്നത്. അവൻ അവിടെ വെച്ച് തീരും. അവിടെ വെച്ച് തീർന്നതിന് ശേഷം ഇവർ രണ്ടുപേരും കരയാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മുടെ ക്യാരിയും അതേപോലെ സാറയും മാത്രമേ ഉള്ളൂ. ഇവരോട് സംസാരിച്ചിരിക്കും. സഹാറ് പെട്ടെന്ന് നമ്മുടെ ക്യാരിയുടെ കൊങ്ങി കയറി പിടിക്കും. കൊങ്ങി കയറി പിടിച്ചിട്ട് വല്ലാത്ത രീതിക്ക് നമ്മുടെ ക്യാരിയോട് സംസാരിക്കും. ക്യൂ രീതിക്കൊക്കെ പ്രോസസ്സാണ്. അപ്പോഴത്തേക്കും പുറത്തുനിന്ന് വേറൊരു സാറ് കയറി വരും. അവളുടെ അടുത്തപ്പോൾ മറ്റേ സാറില്ല. അപ്പോൾ ഇതിൽ അതാ ഏത് സാറേ ഒറിജിനലൊന്നും ക്യാരിക്ക് മനസ്സിലാവുന്നില്ല. ഈ സാറ വന്നിട്ട് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇവള് ചോദിക്കും, അപ്പോൾ നീ അല്ലേ എന്നെ കുത്തിയെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ തന്നെ കുത്തി, ഇപ്പോഴും ഞാൻ തന്നെ കുത്തി എന്ന് പറഞ്ഞ് വീണ്ടും ഒരു കുത്തു ചോദിക്കും. എന്നിട്ടും പൈശാചികമായിട്ടുള്ള രീതിക്കൊക്കെ ഇവിടെ നിന്ന് കറിയും. അപ്പോഴത്തേക്കും വണ്ടിക്കകത്ത് റേഡിയോ ഓണാകും. അതിനകത്ത് തുടക്കത്തിൽ നമ്മുടെ ക്യാരി കണ്ട ആ പെൺകൊച്ചിൻ്റെ പാട്ടുകൾ കേൾക്കും. അത് കേൾക്കുന്ന ഭ്രാന്ത് പിടിച്ച ക്യാരി ചെന്ന് അതെല്ലാം അടിച്ച് പൊട്ടിക്കുമ്പോൾ നോക്കുമ്പോൾ കാണാം ഇവളുടെ കഴുത്തിന് ഒരു പെൻഡഗൺ സിമ്പിൾ. സാറയ്ക്ക് ഡൗട്ട് ഇനി എന്തെങ്കിലും തരത്തിലുള്ള മാജിക് വല്ലതും ചെയ്യുന്നതാണോ എന്ന് വിചാരിച്ച് അപ്പോഴത്തേക്കും വണ്ടിക്കകത്ത് ഫുള്ള് പുക സ്പ്രെഡാവുന്ന കണ്ടിട്ട് ഇവർ ഓടി രക്ഷപ്പെടാനായിട്ട് തുടങ്ങും. ക്യാരി പുറത്തോട്ടിറങ്ങും. പെട്ടെന്ന് ഡോർ അടഞ്ഞു പോകും. അകത്ത് സാറ് മാത്രമായി പോകും. ആ പുക വന്ന് സാറേ മൂടുന്നതാണ് കാണിക്കുന്നത്. പെട്ടെന്ന് അവിടെ ചോര ചുറ്റും. അപ്പോൾ സാറേയും മരിച്ചു. അപ്പം നമ്മുടെ ബാക്കി ഇനി ആകെ ഉള്ളത് ക്യാരി മാത്രം. ക്യാരി പെട്ടെന്ന് അവിടുന്ന് വണ്ടി പൊട്ടുന്നതിന് മുന്നേ രക്ഷപ്പെട്ട് കാട്ടിലൂടെ ഓടും. കാട്ടിലൂടെ ഓടിച്ചെന്ന് അവൾ എന്തോത്തിലൊരു സാധനത്തിൽ പോയി തട്ടുമ്പോൾ അവർ നോക്കുമ്പോൾ കാണാം അത് നമ്മുടെ ക്യാരിയുടെ കൈയാണ്. ആ ക്യാരിയുടെ അല്ല, ഒലിവിയുടെ കൈയാണ്. അതും കണ്ട് പേടിച്ച് ഇവള് പെട്ടെന്ന് റോഡ് ചെന്ന് ചാടും. റോഡ് കണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ ഇവള് പെട്ടെന്ന് നോക്കി അവൾ ആ റോഡിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഒരു ട്രക്ക് അവളെ പാസ് ചെയ്ത് പോകും. ആ ഒരു ട്രക്ക് പാസ് ചെയ്യുമ്പോഴത്തേക്കും അവളെയും കാണാനില്ല. ഇങ്ങനെയാണ് സിനിമ ഇവിടെ അവസാനിക്കുന്നത്. അതിനുശേഷം വേറൊരു ഫ്രണ്ട്സ് കുറച്ച് പേര് ആ റൂട്ടിൽ കൂടി പോകുമ്പോൾ ഈ ക്യാരവൻ കാണും. അവരും മറ്റേ കാറ് കണ്ട കണക്ക് നമ്മുടെ ആദ്യത്തെ ഫ്രണ്ട്സ് കാറ് കണ്ടാൽ അവോയ്ഡ് ചെയ്തില്ലേ, അത് കണക്ക് ഇവരും ക്യാരവൻ കണ്ടാൽ അവോയ്ഡ് ചെയ്ത് വീണ്ടും എൻജോയ് ചെയ്തു പോകും. ഇവർക്ക് എന്താ മറക്കാൻ പോകണമെന്ന് നമുക്കറിയാം. പക്ഷേ അത്രയും കൂട്ടുകാർക്ക് എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളൊരു കഥ ഒരു ക്ലാരിറ്റി ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ചിലപ്പോൾ അത് അടുത്ത ഭാഗത്തേക്ക് കാണും. എന്താ ഇതിലൂടെ ഉള്ളത്, അമാനുഷികമാണോ പൈശാചികമാണോ അതോ ഇതെല്ലാം ഈ വണ്ടിയുടെ ശാപമാണോ എന്തോ ആണ് എന്നൊന്നും കറക്റ്റായിട്ടുള്ള ഐഡിയ ഇതിനകത്ത് എവിടെയും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നത്. ഇതിനോട് രണ്ടാം ഭാഗം കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് നല്ലൊരു മൂവിയല്ലേ. ഇതിപ്പം ആമസോണിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് കയറി കാണുക.